ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, മീൻകറി ആയിട്ടാണ്. അപ്പം കുടംപുളി ഇട്ട് വെച്ച മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മീൻകറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മത്തി ഞാനിവിടെ എടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം അത്രയേ ഉള്ളൂ. ഇനി ഈ മീനിലേക്ക് വേണ്ട പൊടികളാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവ് വേണ്ടവരാണ് ഇതിൽ പകുതി എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടിയാണ്. അത് ഏകദേശം ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഒരു അരപ്പ് പോലെ ആക്കിയെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താലും മതി. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണം. നല്ല ആ പൊടികളൊക്കെ കട്ടയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ചെന്നിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞിടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇതേപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കി ചട്ടി വെക്കാം. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടുക് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കടുകും കൂടെ ഇതിൻ്റെ കൂടെ പൊട്ടിക്കുക. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ ഉലുവ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പം അതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. അതും ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 8 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ഇത് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കണം ഉള്ളി. ഇതേപോലെ ആയി കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഇത്രയും ബ്രൗൺ ആയതിനു ശേഷമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്താൽ മതി ഇത്. അപ്പോൾ നന്നായി പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി അരയ്ക്കാതെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിത് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു 2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചേർക്കുന്ന പുളീൻ്റെ അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മുടെ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതാണ് കുടംപുളി. അത് പെട്ടെന്ന് തന്നെ പുളി അതിലേക്ക് പിടിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് എത്രത്തോളം വെള്ളം വേണം, ഗ്രേവി കൂടുതൽ വേണം, അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കണം. അപ്പോൾ മീനിട്ട് കൊടുക്കുക. അപ്പോൾ മീനിട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഇളക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ചട്ടി ഇളക്കി കൊടുക്കാനേ പറ്റുള്ളൂ. ഒരുപാട് സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കരുത്, മീനൊക്കെ ഉടഞ്ഞു പോകും അല്ലെങ്കിൽ. അപ്പം ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറ്റിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം അതിൻ്റെ മുകളിൽ. നമുക്ക് മൂടി വെക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നമ്മുടെ കറി
വറ്റി വരുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻകറി ഏകദേശമായി നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വാങ്ങാറാകുന്ന സമയത്ത് കുറച്ച് ഉലുവാപ്പൊടി, ഒരു പൊടി ഉലുവാപ്പൊടി, വറുത്ത ഉലുവാപ്പൊടിയാണ്, അതിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ട്, കറി വെച്ച് തുടങ്ങിയ സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാടാകരുത്, ഒരുപാടായ കയ്പാവും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഈ മീൻകറി നന്നായിട്ട് കുറുകും, പുളിയൊക്കെ ആവശ്യത്തിന് പിടിക്കും. അപ്പോൾ അതിനനുസരിച്ച് പുളിയൊക്കെ നന്നായി പിടിച്ചാൽ ഒരു പാകത്തിന് മതിയെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ കുടംപുളി എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ, കപ്പേൻ്റെ കൂടെയൊക്കെ, നല്ല ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.